ശരത്പത്മോത്സവം വക്ത്രം വചശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം സ്ത്രീണാം കോ വേദചേഷ്ടിതം. ശരത്പത്മോത്സവം വക്ത്രം വചശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം സ്ത്രീണാം കോ വേദചേഷ്ടിതം. വക്ത്രം സ്ത്രീ സ്വഭാവത്തെ തന്നെ രണ്ട് പദ്യം കൊണ്ട് വളരെ സ്പഷ്ടമാക്കി പറഞ്ഞിരിക്കുന്നു ഇവിടെ കേട്ടോ. നമ്മൾ സ്ത്രീകളുടെ തുറന്ന് പറയുന്നതിന് കുഴപ്പമില്ലല്ലേ, നമ്മൾ പുരുഷന്മാരല്ലല്ലോ. അപ്പോൾ പ്രത്യേകത എന്തായാലും ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഒരു കുറവായിട്ടൊന്നും ആരും ഇതൊക്കെ എഴുതണ്ട. സ്ത്രീകളുടെ മുഖം എങ്ങനെയാണെന്ന് ശരത്കാലത്തിലെ താമരപ്പൂ പോലെ വികസിച്ച് നല്ല സുന്ദരമായിരിക്കും. വാക്കോ അമൃത പോലെ അമൃതവർഷിണിയായിരിക്കും. കാതിൽ വളരെ നല്ല അമൃതം പോലെ ആയിരിക്കും പറയുന്നത്, സന്തോഷജനകമായിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ മനസ്സാകട്ടെ സ്ത്രീകളുടെ കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കിട്ടുള്ള ഇതാ വെച്ചിരിക്കുന്നത് സത്യമാണ്. അത് സത്യമാണുള്ളത് അംഗീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല. അന്യനെ മറ്റൊരാളിനെ ഹനിക്കുന്നതിൽ വളരെ മൂർച്ചയുള്ള കത്തി പോലെ അത്യന്തം തീക്ഷ്ണമായിരിക്കും. സത്യത്തിൽ ശരിയാണ്. കാരണം നമ്മളെപ്പോലെ കൊള്ളിച്ച് പറയുകയും ഒന്നും ചെയ്യുന്ന സ്വഭാവം ആ പുരുഷന്മാർക്കില്ല അല്ലേ. ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ നേരെ പറയും. ദേഷ്യപ്പെട്ട് പറയും. അല്ലാതെ നല്ല ചിരിച്ചുകൊണ്ട് പറയുന്നതൊക്കെ സിനിമയിൽ കാണുന്ന വില്ലന്മാരൊക്കെ ഉള്ളു. അല്ലാതെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കാണുന്ന ഏത് ഇതായിട്ടുള്ള ഇത്തിരി ധാർഷ്ട്യമുള്ള പുരുഷന്മാരാണെങ്കിലും അവരുള്ള കാര്യം ഉള്ളതുപോലെ ദേഷ്യപ്പെട്ട കാര്യം ദേഷ്യപ്പെട്ട പോലെ പറയും. നമ്മൾ ഇച്ചിരി അവരെ കൊള്ളിച്ച് പറയുകയും മാറി നിന്ന് കുത്തി പറയുക എന്നൊക്കെ ചെയ്യുന്നില്ല. അതൊക്കെ നമ്മുടെ സ്വഭാവമാണ്. അത് വ്യത്യാസമാണ്, അതിന് സമ്മതിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം സ്ത്രീ പുരുഷൻ രണ്ടുണ്ടല്ലോ. രണ്ടിനും എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. ശബ്ദം വ്യത്യാസമുണ്ട്, ലിംഗം വ്യത്യാസമുണ്ട്, ആകൃതി വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാത്തിനും വ്യത്യാസമുള്ളപ്പോൾ അവരുടെ ആന്തരികമായ ചെറിയ സ്വഭാവ മാറ്റങ്ങളും, വൈകല്യം എന്ന് പറയാൻ പറ്റത്തില്ല, ആ സ്വഭാവ മാറ്റങ്ങളും സ്ത്രീ പോലെയല്ല പുരുഷൻ്റേത്. അതുകൊണ്ട് അത് ശരിയായി അതിനെ വ്യാസനെ കുറ്റമൊന്നും പറയണ്ട നമ്മൾ. ഈ തരത്തിലുള്ള ഈ സ്ത്രീകളുടെ ഈ ഭേദം, അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന നമ്മൾ വാക്ക് പറയും, അത് തന്നെ ആർക്കും അറിയാനാണ് സാധിക്കുന്നതെന്ന് കശ്യപൻ ഇങ്ങനെ പറയുന്നു. നഹി കശ്ചിത് പ്രിയ സ്ത്രീണാം അഞ്ജസ, സ്ത്രീണാം നാക്കുക, പിന്നെ അഞ്ജസ സ്വാശിഷാത്മനാം പതിം പുത്രം ഭ്രാതരം വാ ഘ്നന്ത്യർത്ഥേ ഘാതയന്തി ച. നഹി കശ്ചിത് പ്രിയ സ്ത്രീണാം അഞ്ജസ സ്വാശിഷാത്മനാം പതിം പുത്രം ഭ്രാതരം വാ ഘ്നന്തി അർത്ഥേ ഘാതയന്തി ച. ഈ സ്ത്രീകളുടെ ഒരുമാതിരി ക്രൂര സ്വഭാവമുണ്ട്. എല്ലാ സ്ത്രീകളെയൊന്നും അല്ല പറയുന്നത്, അങ്ങനെയുള്ളവരുണ്ട്. തങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം സാധിക്കാൻ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യം, ആ സ്വഭാവത്തോടു കൂടിയ സ്ത്രീകൾക്ക് അവരുടെ ആ കാര്യം ഒന്ന് മാത്രമല്ലാതെ മറ്റാൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അവർ ചിന്തിക്കുന്നില്ല. മറ്റേയാൾക്ക് പ്രിയമാണോ, അത് ഇഷ്ടമാണോ, അവരുടെ ഇഷ്ട അനിഷ്ടങ്ങളെക്കുറിച്ച് സ്ത്രീകൾ ചിന്തിക്കുന്നില്ല. കാര്യസാധ്യത്തിന് വേണ്ടി ആരെയൊക്കെയാ പുത്രം, പതിം, ഭ്രാതരം, അതായത് സഹോദരനെയും ഭർത്താവിനെയോ സഹോദരനെയോ പുത്രനെ തന്നെയോ ഇല്ലാതാക്കാനായിട്ട് ഒരു വിഷമവും കാണിക്കത്തില്ല. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് പലതും അങ്ങനെ. പ്രതിശ്രുതം ദദാമീതി ഭജസ്തേന്ന മൃഷാ ഭവേദ് വധം നാർഹതി ചേന്ദ്രോപി തത്രേദം ഉപകൽപ്പതേ. അതിനകത്ത് പിരിക്കാൻ തത്രേദം ഉപകൽപ്പതേ, ഏറ്റവും അവസാനത്തെ വാക്ക് തത്രേദം ഉപകൽപ്പതേ. പിന്നെ പ്രതിശ്രുതം ദദാമീതി വജസ്തേന്നു ഞാൻ വായിച്ചത്. വജസ്തന്ന മൃഷാ ഭവേദ് വധം നാർഹതി ചേന്ദ്രോപി തത്രേദം ഉപകൽപ്പതേ. അങ്ങനെ പരിതപിച്ച ശേഷം അങ്ങനെയാണല്ലോ സ്വഭാവം എന്നൊക്കെ ഒന്ന് ഓർത്തു. ഇതി സഞ്ചിന്യ ഭഗവാൻ മരീചകുരുനന്ദന ഉവാച കിഞ്ചിത് കുപിത ആത്മാനം ച വിഗർഹയൻ. കശ്യപൻ മരീചിയുടെ പുത്രനായ കശ്യപൻ ഇപ്രകാരമൊക്കെ ആലോചിച്ച ശേഷം ദിതിയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സ്വല്പം കോപത്തോടും പിന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചവനായിട്ട് സ്ത്രീവശനായി ഭവിച്ചതിനെ കുറിച്ച് തന്നെത്താനെ നിന്ദിച്ചുകൊണ്ടും ഇപ്രകാരം പറഞ്ഞു. കശ്യപൻ പറഞ്ഞെന്ന് നേരത്തെ പറഞ്ഞത് ഈ സൂതനാണെന്ന് തോന്നുന്നു പറയുന്നല്ലേ, കശ്യപ ഉവാചാണ്. അതിന് മുമ്പ് സൂതൻ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
ദിതിരുവാച, ദിതി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചിന്തിച്ചതാ ചിന്തിച്ച കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആര്? കശ്യപൻ ചിന്തിച്ചതാ. എന്നിട്ട് കശ്യപൻ പറഞ്ഞു, ദിതിയോട് ഇത്രപ്രകാരം പറഞ്ഞു. പുത്രസ്തേ ഭവിത ഭദ്രേ ഇന്ദ്രഹ ദേവബാന്ധവാ സംവത്സരം വ്രതമിതം യത് യജ്ഞോ ധാരയിഷ്യസി. പുത്രസ്തേ ഭവിതാ ഭദ്രേ ഇന്ദ്രഹോ ദേവബാന്ധവഃ സംവത്സരം വ്രതമിതം യത് യജ്ഞോ ധാരയിഷ്യസി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയായില്ല. അമംഗളം സ്വരൂപമുള്ളവളെ എന്നാണ് വിളിക്കുന്നത്. പുത്രസ്തേ ഭവിത അഭദ്രേ എന്നാണ് വിളിക്കുന്നത്. അഭദ്രേ അമംഗളം ഉള്ളവളെ എന്നാണ് കേട്ടോ. ഭവിത അഭദ്രേ എന്നാ വാക്ക്. അഭദ്രേ എന്നാണ് വിളിക്കുന്നത്. ഭദ്രേ എന്നല്ല, ഭദ്ര എന്ന് പറഞ്ഞാൽ മംഗളമുള്ളവൾ. അഭദ്ര മംഗളമില്ലാത്തവൾ. അമംഗള ഹിംസാപരമായിരിക്കുന്ന ആണെങ്കിലും വളരെ ദോഷം ചെയ്യുന്നതാണെങ്കിലും ആഗ്രഹിച്ച വരം തരാമെന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ. അതുകൊണ്ട് അത് സാധിപ്പിച്ചു തരാം. ഞാൻ ഉപദേശിക്കുന്ന ഈ വൈഷ്ണവ വ്രതം ഒരു സംവത്സരക്കാലം ശരിയായി അനുഷ്ഠിച്ചാൽ ഇന്ദ്രനെ ഹനിക്കുന്ന ഒരു പുത്രൻ നിനക്ക് ജനിക്കും. ആ വ്രതത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ വൈഷ്ണവ വ്രതമായതുകൊണ്ട് നിഷ്ഫലമാകയില്ല. മനസ്സിലായോ? ചെറിയൊരു കുറവ് വന്നെങ്കിലും നിഷ്ഫലമാവുകയില്ല. ജനിക്കുന്ന പുത്രൻ നിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ദേവബന്ധുവായി വരും. അതാണ് ലാഭത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ദേവബന്ധുവായിട്ട് വരും. ദേവബന്ധു എന്ന് പറഞ്ഞാൽ ഇന്ദ്രന് ബന്ധുവായിട്ട് വരും. അതിപ്പോൾ എൻ്റെ കുഴപ്പമല്ല. വൈഷ്ണവ ശക്തിയുടെ ഗുണമാണ്. വൈഷ്ണവനെ പൂജിച്ചാൽ ആ വൈഷ്ണവ വ്രതമാണ് നീ എടുക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഗുണം എപ്പോഴും കാണും. ദിതിരുവാച ധാരയിഷ്യേ വ്രതം ബ്രഹ്മൻ ബ്രൂഹി കാര്യാണി യാനി മേ യാനി ചേഹ നിഷിദ്ധാനി ന വ്രതം ഘ്നന്തിയാന്യുത. ഞാൻ ചെയ്തോളാവുന്ന ഏറ്റു. കശ്യപ ഉവാച ന ഹിംസ്യാദ ഭൂതജാതാനി ന ശപേനാനൃതം വദേത് ന ചിന്ത്യാത് നഖരോമാണി ന സ്പൃശേത് യഥമംഗളം. അത് ഒന്നിനെയും ഹിംസിക്കരുത്, ഒന്നിനെയും ശപിക്കരുത്. അനൃതം കളവ് പറയരുത്. വധിക്കരുത്. ഒന്നിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം ഉണ്ടാവരുത്. നഖങ്ങളൊന്നും മുറിക്കരുത്. ഒരു അമംഗളങ്ങളും ഒന്നും അമംഗളമായതിനെ സ്പർശിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ ആ വ്രതത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഞാൻ വായിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. വ്രതം എങ്ങനെയാണ് എടുക്കുന്നതിനെക്കുറിച്ചായി പറയുന്നത്. നാപ്സു സ്നായാൻ ന കുപ്യേത ന അപ്സു സ്നായാത് ന കുപ്യേത. അപ്സു ജലത്തിൽ സ്നാനം ചെയ്യരുത്. അതാ പറഞ്ഞിരിക്കുന്നത്. ജലത്തിൽ ഇറങ്ങി കുളിക്കരുതെന്ന്. ന അപ്സു സ്നായാത് ന കുപ്യേത ന സംഭാഷേത ദുർജനൈഃ ന അധൗതവാസഃ അലക്കാത്ത വസ്ത്രം ധരിക്കരുത്. സ്രജം ച വിധൃതാം ക്വചിത്. അതുപോലെ ജലത്തിലിറങ്ങി കുളിക്കരുത്, കോപിക്കരുത്, ദുർജനങ്ങളുമായിട്ട് സംഭാഷണം ചെയ്യരുത്, അലക്കാത്ത വസ്ത്രം ധരിക്കരുത്, ഒരിക്കൽ ധരിച്ച പൂമാല വീണ്ടും ധരിക്കരുത്. നമുക്കിപ്പോഴും നമ്മൾ പറയൂലേ, ഈ പറഞ്ഞ നിഷേധങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യരുതെന്ന്. നോച്ഛിഷ്ടം ചണ്ഡിക അന്നം ച നാമിഷം വൃഷളാഹൃതം ഭുഞ്ചിതോദക്യയാ ദൃഷ്ടം പിബേദഞ്ജലിന ത്വപഹ എന്നാണ്. നോച്ഛിഷ്ടം ചണ്ഡിക അന്നം ച നാമിഷം വൃഷളാഹൃതം ഭുഞ്ചിതോദക്യയാ ദൃഷ്ടം പിബേദഞ്ജലിന ത്വപഹ. ചണ്ഡിക എന്ന് പറഞ്ഞാൽ ഭദ്രകാളി എന്നുകൊണ്ട് ചണ്ഡിക അന്നം ഉറുമ്പ്, അതിനും ഈ ചണ്ഡിക എന്ന് പറയാറുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ച് 5 കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഭക്ഷണത്തെ അത് എന്താണെന്ന് നിഷേധങ്ങൾ, ഭക്ഷണത്തിൽ വരുത്തേണ്ട നിഷേധങ്ങൾ, മാറ്റേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ. ഭദ്രകാളിക്ക് നിവേദിച്ചതോ ഉറുമ്പ് മുതലായ പ്രാണികളുടെ സ്പർശം കൊണ്ട് ദുഷിച്ചതോ ആയ അന്നം ഭുജിക്കരുത്.
പ്രാണിഹിംസകന്മാർ കൊണ്ടുവരുന്ന മാംസം ഭുജിക്കരുത്. പിന്നെ അതുപോലെ രജസ്വലയായ സ്ത്രീ, അതായത് പീരീഡ്സ് ആ സമയത്തുള്ള സ്ത്രീയാൽ കാണപ്പെട്ട പദാർത്ഥം ഭുജിക്കരുത്. കാണപ്പെട്ട പദാർത്ഥം എന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് വ്രതത്തിനുള്ള കാര്യമാണ്. കൈകൊണ്ടെടുത്ത് വെള്ളം കുടിക്കരുത്. കൈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, കൈ വെള്ളം കുടിക്കരുതെന്ന്. കൈ അങ്ങനെ കുടിക്കരുത്, പാത്രത്തിനകത്ത് എടുത്തിട്ടേ വെള്ളം കുടിക്കാവൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഭക്ഷണം. ഇപ്പം നമ്മളിത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കേൾക്കുകയാണെങ്കിൽ ഓർത്തോണം, ഇതൊക്കെ വൈഷ്ണവർ അനുഷ്ഠിക്കേണ്ട ധർമ്മം, വ്രതം അനുഷ്ഠിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ തമിഴരായിട്ടുള്ള അവർ വ്രതത്തിലൊക്കെ ഭയങ്കര ചിട്ട വെക്കുന്നവരാണ്. ശബരിമലയിലെയൊക്കെ വ്രതമെടുക്കുമ്പോൾ സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിലവർ താമസിക്കാറില്ല. കാരണം സ്ത്രീകൾ കണ്ട ഭക്ഷണം, അതായത് രജസ്വലയായിട്ട് പീരീഡ്സൊക്കെ വന്നായിരിക്കുന്ന വെളിയിലായിരിക്കുന്ന സമയത്ത് ഭക്ഷണം അവർ കണ്ട ഭക്ഷണം പോലും കഴിക്കരുത്, അവരുടെ നിഴലടിക്കരുത് എന്നൊക്കെ പറയും അവർ. ഈ തമിഴ് നാട്ടിലുള്ളവർ വ്രതമെടുക്കുന്ന അങ്ങനെ വളരെ കർശനമായ നിയമം. അത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഭദ്രകാളിക്ക് നിവേദിച്ചത് അതും പറയുന്നുണ്ട്. അത് ഉറുമ്പ് മുതലായത്, ഉറുമ്പെന്ന് അർത്ഥമുണ്ട്, 2 അർത്ഥം ഉള്ളതുകൊണ്ട് നമുക്കിത് ഏത് എടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യ. അതങ്ങനെ പറയുന്നുണ്ട്. അത് ഇതിനല്ല, ഏതിനകത്തും പറയുന്നുണ്ട്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആ ദേവി ദേഷ്യത്തിലുള്ള ഒരു സ്വരൂപമാണ്. ഒരു സാത്വികമായ സ്വഭാവത്തിലിരിക്കുന്ന അല്ലേ. ഭദ്രകാളി ഉറഞ്ഞു നിൽക്കുക എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഭദ്രകാളിക്ക് നേദിച്ച ഭക്ഷണം, നേദിച്ച അന്നം കഴിക്കരുത്. ആ ഉറുമ്പ് മുതലായ ജീവികൾ കയറിയ ഭക്ഷണം കഴിക്കരുത്. അത് രണ്ടും ഇത്രയേ ഉള്ളൂ. ഉച്ഛിഷ്ടം കഴിക്കരുത്, അതൊക്കെ നമുക്കറിയാം. നോ ഉച്ഛിഷ്ട സ്പൃഷ്ട സലില സന്ധ്യായ മുക്തമൂർധജ അനർച്ചിത സംയതവാങ് നാസംവീത ബഹിശ്ചരേത്. അസ്പൃഷ്ട സലില ഉച്ഛിഷ്ട അസ്പൃഷ്ട സലില, ജലം കൊണ്ട് ശുദ്ധി ചെയ്യാത്തവളും ഉച്ഛിഷ്ട അശുദ്ധമായവൾ, സന്ധ്യയിൽ മുക്തമൂർധ തലമുടി അഴിച്ചിട്ടവൾ, അനർച്ചിത അലങ്കരിക്കപ്പെടാത്തവൾ. അനർച്ചിത കണ്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അലങ്കരിച്ച് വേണം സ്ത്രീകൾ നടക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലങ്കരിക്കാൻ നമുക്ക് അർഹത ഈശ്വരന്മാർ തന്നെ തന്നിട്ടുണ്ട്. അപ്പം ഒട്ടും അലങ്കരിക്കാതെ നടക്കുന്നത്. ബ്യൂട്ടി പാർലറിലൊന്നും പോകുന്നതിന് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ ഒരുങ്ങി കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് സുന്ദരിയായിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട്, ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ തന്നെയൊന്നും വേണമെന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ സ്വർണ്ണാഭരണമൊന്നും ഇടാൻ പറ്റത്തില്ല, എല്ലാം കണ്ടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അത് വേണ്ട. മറ്റ് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കാം. അത് വ്രതമായാലും അല്ലെങ്കിലും, അതാണ് അതിൻ്റെ കാര്യം. വ്രതമായാലും അല്ലെങ്കിലും. അതുപോലെ അസംഹിത, ദേഹം മറയ്ക്കാത്തവൾ, പുറത്ത് ചരിയത് സഞ്ചരിക്കരുത്. അസംയത വാക്ക് അടക്കാത്തവൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് മൗനം പാലിക്കണം, കുറച്ച് അധികം സംസാരിക്കുക എന്നത് ശരിയല്ല. നോച്ഛിഷ്ട സ്പൃഷ്ട സലില സന്ധ്യായാം മുക്തമൂർധജ അനർച്ചിത സംയത വാങ് അസംമീത എന്നാണ് വാക്ക് കേട്ടോ. അസംമീത എന്നാണ്. അസംമീത ബഹിശ്ചരേത് നാഥ ഉദപാദ പ്രയേത നാർദ്രവാന്നോ ഉദക്ഷിര ശയീത നാപരാങ് അന്യൈർ. അവിടെ നിർത്തുക. പിന്നെ നഗ്ന നജസന്ധ്യയോഹോ അധൗതപാദ പ്രയത. അതാ വാക്കെങ്ങനെയാ? അധൗതപാദ പ്രയത അപ്രയത. അധൗതപാദ അപ്രയത എന്നാണ് കേട്ടോ. ആ വാക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. അല്ലെങ്കിൽ നാർദ്രപാനോ ആർദ്രപാദ് ആർദ്രപാദ് ഉദക്ഷിര. വടക്കോട്ട് ശിരസ് വെച്ചോൾ. ഉദക്ഷിര ശിരസ വടക്കോട്ട് വെച്ചോൾ. ശയീത അപരാങ് അന്യൈർ. അപരാഗ് പടിഞ്ഞാറ് തല വെച്ചവൾ. അന്യരോട് കൂടി, അതായത് അന്യ സ്ത്രീകളോട് കൂടിയും പ്രാതസന്ധ്യ സായം സന്ധ്യ എന്ന 2 സന്ധ്യകളിലും കിടക്കരുത്, ശയിക്കരുത്, കിടക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. അധൗതപാദ അപ്രയത ആർദ്രപാന്നോ ഉദക്ഷിര
ശയീത നാ പരാങ് നാന്യർ നാന്യർ കഴിഞ്ഞ് നിർത്തണം. എന്നിട്ട് നാ വേറെ പറയണം. നജ സന്ധ്യയോ ദൗതവാസ ശുചിർനിത്യം സർവമംഗള സംയുത പൂജയേത് പ്രാതരാശാത് പ്രാക് കോമ ഗോ വിപ്രാൻ ശ്രിയമച്യുതം. വിപ്രാൻ ശ്രിയം ഒന്ന് ചോദിക്കുക. വിപ്രാൻ ഗോ വിപ്രാൻ പശുക്കളെയും ബ്രാഹ്മണരെയും, അത് ശ്രിയം ദേവി ശ്രീദേവി മഹാലക്ഷ്മിയെയും ശ്രീ വിഷ്ണുവിനെയും പൂജിക്കണം. ധൗതവാസ ശുചിർനിത്യം സർവമംഗള സംയുത പൂജയേത് പ്രാതരാശാത് പ്രാക് അവിടെ നിർത്തിയിട്ട് ഗോ വിപ്രാൻ ശ്രിയമച്യുതം. സ്ത്രീയോ വീരവതീശ്ചാർച്ചേത് സ്രഗന്ധബലിമണ്ഡനൈഃ പതിം ചാർച്യോപതിഷ്ഠേത അർച്ച്യ എന്നാണ്. അർച്ച്യ ഉപതിഷ്ഠേത എന്നാണ്. അർച്ച്യോപതിഷ്ഠേത എന്ന് വായിച്ചാൽ മതി. അർച്ച്യ ഉപതിഷ്ഠേത. പതിം അർച്ചേത് ഉപതിഷ്ഠേത. ധ്യായേത് കോഷ്ടഗതം ചതം. വായിക്കുന്നത് ശരിക്കും വായിച്ചാൽ മതി. അതായത് മംഗല്യമുള്ള സ്ത്രീകൾക്ക് പൂമാല, ചന്ദനം, നിവേദ്യം, അലങ്കാര പദാർത്ഥങ്ങൾ എന്നിവ കൊടുത്ത് പൂജിക്കണം. വേറെ സ്ത്രീകൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെയും ആദരിച്ച് സ്തുതിച്ച് പൂജിക്കണം. അപ്പോൾ എങ്ങനെയാ? സ്ത്രീയോ വീരപതിശ്ചാർച്ചേത് സ്രഗന്ധബലിമണ്ഡനൈഃ പതിം ചാർച്യോപതിഷ്ഠേത ധ്യായേത് കോഷ്ടഗതം ച തം. സാംവത്സരം പുംസവനം വ്രതമേതദവിപ്ലുതം ധാരയിഷ്യതി ചേത്തുഭ്യം ച ശക്രഃ ഭവിതാ സുതഃ. ഒരു സംവത്സരക്കാലം ഇത് ചെയ്യണം, ഒറ്റ വർഷം. സാംവത്സരം പുംസവനം എന്നാണ് ഈ വ്രതത്തിൻ്റെ പേര്. പുംസവനം. വ്രതമേതദവിപ്ലുതം ധാരയിഷ്യസി ചേതുഭ്യം ശക്രഃ ഭവിതാ സുതഃ. ഇന്ദ്രനെ ഹനിക്കുന്ന പുത്രൻ ഉണ്ടാവും, ഭവതിക്ക് ഭവിക്കും. ബാഢം ഇത്യഭിപ്രേത്യാഥ ദിതിരാജൻ മഹാമനാഃ കാശ്യപം ഗർഭമാധത്ത വ്രതം ചാഞ്ചോ ദധാരസാം. അങ്ങനെ ദിതി സമ്മതിച്ചു. ആ വ്രതം ഞാൻ ശരിയായിട്ട് നടത്തിക്കോളാം. ഇന്ദ്രനെ ഹനിക്കുന്നതായിട്ടൊരു പുത്രൻ എനിക്കുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഓർത്ത് സന്തോഷിച്ച് ഇരുന്നു. അതുപോലെ തന്നെ സംബന്ധിയായ കശ്യപൻ്റെ വീര്യത്തെ ഗർഭത്തിൽ ധരിച്ചു. ആ വ്രതത്തെ അനുഷ്ഠിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. പിന്നെ മാതൃശ്വസു അഭിപ്രായമിന്ദ്ര. അങ്ങനെയാണ്. മാതൃശ്വസു വിസർഗവ. മാതൃശ്വസു അഭിപ്രായമിന്ദ്ര. സുരഭിയല്ല കേട്ടോ, അത് മാതൃശ്വസു എന്നാണ്. മാതൃശ്വസു അഭിപ്രായ. ഇതൊക്കെ തിരുത്തിക്കോണം, കോമായിട്ടോണം, അല്ലെങ്കിൽ നമ്മളത് ഓർക്കത്തില്ല. ആജ്ഞായമാനത ശുശ്രൂഷേണാശ്രമസ്താം ശുശ്രൂഷണേന ആശ്രമസ്താം. ആ വാക്കൊരു ഇച്ചിരി പിരിഞ്ഞായിരിക്കുന്നത്. ശുശ്രൂഷണേന ആശ്രമസ്താം ദിതിം പര്യചരത് കവിഃ നിത്യം വനാസു മനസഃ ഫലമൂലസമിത്കുശാൻ പത്രാങ്കുരമൃദോപശ്ച കാലേ കാല ഉപാഹരത്. നിത്യം വനാതു സുമനസഃ ഫലമൂലസമിത്കുശാൻ പത്രാങ്കുരമൃദോപശ്ച. പത്രം, അങ്കുരം, മൃത്ത് എന്ന് പറഞ്ഞ മണ്ണ്, ജലം എന്നിവയും കാലേ ഉപാഹരത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവിടെ ഇന്ദ്രൻ അവിടെ ഒരു പരിചാരകനായിട്ട് കൂടി. ഏവം തസ്യാ വ്രതസ്ഥായ വ്രതഛിദ്രം ഹരിർനൃപ പ്രേപ്സു പര്യചരജ്ജിഹ്മോ മൃഗഹേവ മൃഗാകൃതി. അങ്ങനെ വ്രതം ദീക്ഷിച്ചിരിക്കുന്ന ദിതിയുടെ വ്രതത്തിനൊരു വിഘ്നം വരുത്താൻ ഒരവസരം നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ട്
അത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ദ്രൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദിതിയുടെ സമീപത്തിൽ വസിച്ചു. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ പിടിക്കും എന്ന് ഒരു സിംഹം മൃഗത്തെ, ഒരു മാനിനെ പിടിക്കുന്ന അതേപോലെ അങ്ങനെ പതുങ്ങിയിരുന്നു. നാദ്യ ഗച്ഛദ്വ്രതഛിദ്രം തത്പരോധമഹീപതേ ചിന്താം തീവ്രം ഗതശക്രഃ കേന മേ സ്യാത് ശിവം ത്വിഹ. സ്യാത് ശിവം, അങ്ങനെ സ്യാത് ശിവം ത്വിഹ. അധ്യഗച്ഛത് പ്രാപിച്ചില്ല. അധ്യഗച്ഛത് പ്രാപിച്ചില്ല. അധ്യഗച്ഛത് പ്രാപിച്ചില്ല. വ്രതഛിദ്രം തത്പരോധമഹീപതേ ചിന്താം തീവ്രാം ഗതശക്രഃ. ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ കേട്ടോ. കേനമേ സ്യാത് ശിവം ത്വിഹാം. ഇങ്ങനെ എന്താണ് മാർഗമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കാം. ഏകദാ സാധുസന്ധ്യായാം ഉച്ഛിഷ്ടാ വ്രതകർഷിത അസ്പൃഷ്ട വാര്യധൗതാഘ്രിഃ സുഷ്വാപ വിധിമോഹിത. ഏകദാ സാധുസന്ധ്യായാം, അവിടെ നിർത്തുക. പിന്നെ ഉച്ഛിഷ്ട വ്രതകർഷിത അസ്പൃഷ്ട വാര്യധൗതാഘ്രിഃ സുഷ്വാപ വിധിമോഹിത. ഇന്ദ്രൻ ഇങ്ങനെ ചിന്താകുലനായിട്ടിരിക്കുന്നപ്പോൾ ഒരു ദിവസം ദിതി ജലം തൊട്ട് കൈകാൽക്ക് ശുദ്ധി വരുത്താതെ, അങ്ങനെയാണല്ലോ നിയമം, അശുചിയായിട്ട് ശുചിയില്ലാത്തവളായിട്ട് സന്ധ്യാസമയത്തിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ആ വ്രതം നിമിത്തമുള്ള ക്ഷീണവും ബുദ്ധിമുട്ടും കൊണ്ട് ആയിരുന്നതിന് കാരണം. അത്രയും വരെ നമുക്കിന്നെടുക്കാം. ഹരി ഓം.